വെൽക്കം ബാക്ക് ദിസ് മിസ് മീ. അപ്പോൾ ഇന്നും നമ്മൾ എത്തിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ പ്രോഡക്ട്സുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നല്ല പ്രോഡക്ട്സും അതുപോലെ നല്ല നല്ല ഡിഫറൻസ് കളേഴ്സൊക്കെ കാണുമ്പോഴേക്കും ഞാൻ ഓൺ സ്പോട്ടിൽ തന്നെ ഓർഡർ കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ സെക്കൻഡ് പ്രോഡക്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനൊരു ടച്ചപ്പിലെ സ്പാർക്കിൾ ഐലൈനർ കണ്ടിരുന്നു കേട്ടോ. അതൊരു നല്ല കോംബോ കളേഴ്സായിരുന്നു അതിൽ കണ്ട സമയത്ത്. അപ്പം ഞാൻ അധികവും കളേഴ്സിനെയാണ് കേട്ടോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നല്ല നല്ല കളേഴ്സ് കോംബോ സെറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഓർഡർ കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ്സാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ സ്പാർക്കിൾ ഐലൈനർ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, അത് നമ്മൾ ഓരോ ഐ മേക്കപ്പിൽ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴേ നമ്മൾ അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ സെയിം കളേഴ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ചേഞ്ചസും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്ത സമയത്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും കോംബോ കളേഴ്സിന് എന്തെങ്കിലും ഡിഫറൻസ് കളേഴ്സ് ആയിട്ടാണോ വരിക എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു. ഇനി മാറ്റി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം ഞാൻ അതിൽ കാര്യമായിട്ട് എൻ്റെ പിങ്ക് കളറും അതുപോലെ ആ ഗ്രീൻ കളേഴ്സും ഒക്കെ കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്തുണ്ട് നമ്മൾ ആ ക്രീസ് കട്ടിൽ ഇത് വരച്ച് കൊടുക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ എന്താ പറയുക ഈ സ്പാർക്കിൾ ഐലൈനർ യൂസ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും നമുക്കിത് ഓരോ ഐ മേക്കപ്പിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ ഇതിലെ ഓരോ പ്രോഡക്ട്സുകളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുവാണ്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിത് ഓരോന്നും എടുത്തിട്ടൊന്ന് വരച്ച് നോക്കാം. കാരണം ഇത് എങ്ങനെ ആയിരിക്കും എന്നറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് വരച്ച് നോക്കാം. അതാ വരച്ച് നോക്കിയപ്പോൾ ദേ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു ഷൈനിങ് കിട്ടുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗിൽറ്റി പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.